നാട്ടിൽ നിവർത്തന പ്രക്ഷോഭം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ അതിൽ ആകർഷണനായ VS 1938 സ്റ്റേറ്റ് കോൺഗ്രസിലെ അംഗത്വമെടുത്തു. 1940 പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമായി. 46 പാർട്ടിയുടെ നേതൃത്വത്തിൽ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അതിലെ പ്രധാനി മറ്റാരുമല്ല VS. പിന്നീട് ഒളിവ് ജീവിതമായിരുന്നു. പൂഞ്ഞാറിലായിരുന്നു ഒളിവിൽ പോയത്. അവിടെ വെച്ച് അറസ്റ്റിലാവുകയും കൊടിയ പീഡനം അനുഭവിക്കേണ്ടിയും വന്നു. 1946 സെപ്റ്റംബർ മാസത്തിലായിരുന്നു പൂഞ്ഞാറിലെ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ നിന്നും VS അച്യുതാനന്ദനെ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ പോലീസ് പിടികൂടിയത്. അന്ന് അദ്ദേഹത്തെ പാലാ സ്റ്റേഷനിലും അതുപോലെ ഈരാറ്റുപേട്ട പോലീസ് ഔട്ട് പോസ്റ്റിലും വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഒരു പോലീസുകാരൻ തോക്കിൻ്റെ ബയണറ്റ് കാലിൽ കുത്തി ഇറക്കി. ലോക്കപ്പിലേക്ക് രക്തം തെറിച്ചു വീണു. VSൻ്റെ ബോധം നഷ്ടമായി. അതിക്രൂരമായ പീഡനത്തിൻ്റെ മണിക്കൂറുകൾ. പാർട്ടിയെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടും ഒന്നും തന്നെ VSൻ്റെ വായിൽ നിന്നും പുറത്തു വന്നില്ല. ഒരു ഉപയോഗവുമില്ല എന്ന് കരുതി ജീവൻ പോകും വരെ മർദ്ദിക്കാനായിരുന്നു പോലീസിൻ്റെ തീരുമാനം. ജയിലിൻ്റെ അഴിക്കുള്ളിൽ നിന്നും കാല് പുറത്തേക്ക് വെച്ച് ലാത്തി കൊണ്ട് കെട്ടി തല്ലിച്ചതച്ചു, ബോധം പോകുന്നത് വരെ. അതിനുശേഷമായിരുന്നു തോക്കിൻ്റെ ബയണറ്റ് കാലിൽ കുത്തി ഇറക്കിയത്. പാദം തുളച്ചു കയറി മറുവശത്തേക്ക് ആ ബയണറ്റ് എത്തിയ പാട് ഈ അവസാന നിമിഷവും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കും. അതിനിടയിൽ ഇടിയൻ പോലീസ് എന്ന നാരായണപിള്ള പോലീസ് ലോക്കപ്പിലേക്ക് കയറി. അതിക്രൂരമായ ഇടിയായിരുന്നു ഇതിന് തൊട്ടുമുമ്പ് സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മൂത്രതടസ്സം പോലും നേരിട്ടു. VS അവസാനം മരിച്ചുപോയെന്നായിരുന്നു പോലീസുകാർ കരുതിയത്. അങ്ങനെ ചത്തെങ്കിൽ ചത്തോട്ടെ, ആ മൃതദേഹം എടുത്തുകൊണ്ട് വല്ല കാട്ടിലും കളയെന്നായിരുന്നു ഇടിയൻ പോലീസിൻ്റെ കൽപ്പന. എന്നാൽ VS പിന്നീടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരു കള്ളനായിരുന്നു. ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അതിലുണ്ടായിരുന്ന കോലപ്പൻ എന്ന പേരുള്ള ഒരു മോഷ്ടാവായിരുന്നു VS മരിച്ചില്ല എന്ന് മനസ്സിലാക്കിയത്. കോലപ്പൻ കരഞ്ഞു പറഞ്ഞു പോലീസുകാരോട്. അങ്ങനെ VSനെ പാലയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അന്നായിരുന്നു VS ആദ്യമായി മരണത്തെ മുഖാമുഖം കണ്ടത്. പിന്നീട് ഇങ്ങോട്ടൊക്കെ VS മരണത്തെ തോൽപ്പിച്ച് കടന്നു വന്ന വഴികളായിരുന്നു. എന്തിനേറെ പറയുന്നു, കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ VSനെ അതിക്രൂരമായി പീഡിപ്പിച്ച മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പിന്നീട് അദ്ദേഹത്തെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതും മറ്റൊരു വശം. തന്നെ ഇടിച്ചു പിഴിഞ്ഞ ആ ഇടിയൻ പോലീസ്, ആ SI വളരെ ജാള്യതയോടെയാണെങ്കിലും പിന്നീട് VSനെ കാണാനെത്തി. അപ്പോഴേക്കും കേരളം മാറിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു VS. കോട്ടയം ജില്ലാ സെക്രട്ടറി CS ഗോപാലപിള്ളയുടെ കത്തുമായിട്ടായിരുന്നു കൃഷ്ണൻ നായരുടെ വരവ്, അതായത് ഇടിയൻ പോലീസിൻ്റെ. സ്ഥാനക്കയറ്റത്തിനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള VSൻ്റെ ശുപാർശ അതായിരുന്നു ആവശ്യം. അങ്ങനെ അജയ്യനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആർക്കും തന്നെ തളർത്താൻ കഴിയാത്ത ശക്തനായ നേതാവായി VS മാറി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, LDF കൺവീനർ, അങ്ങനെ അനവധിയാണ് VS വഹിച്ച ചുമതലകൾ. 2006 കേരള മുഖ്യമന്ത്രിയായി അതിനു മുൻപെങ്ങും തന്നെ മന്ത്രിയാകാത്ത VS അധികാരമേറ്റത്. പക്ഷേ ആർക്കും തന്നെ അധികം ഓർമ്മയില്ലാത്ത ഒരു വിഷയം, അതിലും ഒരു പതിറ്റാണ്ട് മുന്നേ തന്നെ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ആളായിരുന്നു VS. പക്ഷേ അന്ന് VSൻ്റെ കുതുകാല് വെട്ടി എന്നുള്ള ആരോപണം അതിശക്തമായി ഉയർന്നു കേട്ടു. പാർട്ടിയിലെ കടുത്ത വിഭാഗീയതയും കപ്പിനും ചുണ്ടിനുമിടയിൽ അധികാരം നഷ്ടമാക്കിയ വിഷയവും അന്ന് VSനെ തഴയുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് ഗോതയിൽ 96 VS അല്ലാതെ മറ്റാരും തന്നെ മുന്നിലില്ലായിരുന്നു. പ്രബലനായ നേതാവ്. മാരാരിക്കുളം എന്ന് പറയുന്നത് അതിശക്തമായ ഇടതുകോട്ട. മത്സരിച്ചാൽ വിജയമുറപ്പ് എന്ന കാര്യത്തിന് യാതൊരുവിധ സംശയവുമില്ല. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ മത്സരരംഗത്തേക്ക് അദ്ദേഹം എത്തിച്ചു. ഉറപ്പായും വിജയിക്കും. പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും വിജയിക്കുന്ന സാഹചര്യം. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ, മറ്റെല്ലാവരും ജയിച്ചപ്പോൾ, ഇടതുകോട്ടയായ മാരാരിക്കുളത്ത് 1965 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി PJ ഫ്രാൻസിസ് ജയിച്ചു. അദ്ദേഹം തോറ്റു. 91 തിരഞ്ഞെടുപ്പിൽ 9980 വോട്ടുകൾക്ക് VS തന്നെ മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിലാണ് 1965 വോട്ടുകൾക്ക് തോറ്റിരിക്കുന്നത്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? പാർട്ടിക്കെന്ന് മാത്രമല്ല VSന് പോലും ആ തോൽവി അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അന്ന് VS ഇല്ലാത്തതുകൊണ്ട് നായനാർ മുഖ്യമന്ത്രിയായി. എന്നാൽ VS വെറുതെ വിട്ടിട്ടില്ല. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു?
അത് പുറത്തു കൊണ്ടുവരണമെന്നുള്ള നിശ്ചയദാർഢ്യം. തോൽവിയെക്കുറിച്ച് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ VSന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന TK പളനി തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്നും തോൽവിയുടെ കാരണം ആരോപിച്ചെന്ന് പാർട്ടി തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. പളനിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് VS പാർട്ടി നേതൃത്വത്തിന് പരാതി അടക്കം നൽകിയിരുന്നു. എന്നാൽ അത് ഒരു പളനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അന്നുണ്ടായിരുന്ന പല നേതാക്കളും നടത്തിയ നീക്കം. തോൽവിയോടുകൂടി തന്നെയായിരുന്നു VSന്റെ തുടക്കം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ VSന്റെ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിൽ നിന്നും കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനോടായിരുന്നു ആദ്യത്തെ മത്സരവും ആദ്യത്തെ പരാജയവും. 67-ൽ കോൺഗ്രസിൻ്റെ A അച്യുതനെ പരാജയപ്പെടുത്തി പിന്നീട് 2 വർഷത്തിനുപുറം നിയമസഭയിലെത്താനായി VSന് സാധിച്ചു. 3 തവണയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചതല്ല, ജീവിച്ചത്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ പ്രവർത്തിച്ചതുപോലെ ഇന്നേ വരെ മറ്റാർക്കും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പ്രശംസനീയമായിരുന്നു. ജനമനസ്സുകളിൽ കൂടുതൽ VS എന്നുള്ളത് ഊട്ടി ഉറപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പ്രതിപക്ഷ കാലഘട്ടമായിരുന്നു. ഭരണപക്ഷത്തേക്കാൾ അപ്പുറം ജനപ്രീതിക്ക് കാരണമായതും അതുതന്നെയായിരുന്നു. തൻ്റെ 11-ാം വയസ്സിലായിരുന്നു അച്ഛനെ നഷ്ടമായ VS പഠനം ഉപേക്ഷിച്ച് ജ്യേഷ്ഠൻ്റെ സഹായിയായി ഒരു ജൗളിക്കടയിൽ ജോലി തുടങ്ങിയത്. പിന്നീട് കയർ ഫാക്ടറിയിൽ ജോലിക്ക് കയറി. ആ സാഹചര്യത്തിൽ തൊഴിലാളി പ്രശ്നങ്ങൾ മനസ്സിലാക്കി, തൊഴിലാളികളെ അടിച്ചമർത്തുന്നത് കണ്ട് മനസ്സിലാക്കി, അവരുടെ ശരികൾക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി VSലെ തൊഴിലാളി നേതാവ് ഉണ്ടായി.